Let's go. ചൂസ് ചെയ്ത കാറ് ഏകദേശം കളർ ബ്ലാക്ക് ആയാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി. 134 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. അതിനപ്പുറം എന്താ ചെയ്യാം? ഓട്ടോമാറ്റിക് ചാർജ് ആവും. 20% ബാറ്ററി റീച്ച് ആയാലും ഓട്ടോമാറ്റിക്. ഹലോ ഗൈസ്, ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങൾ ജെറ്റൂർ വണ്ടി മേടിക്കാൻ പോകുന്നത് മാത്രമല്ല, ന്യൂൻ എന്നുള്ളൊരു കമ്പനി ഗിവ് അവേ ആയിട്ട് കൊടുത്തുള്ളൊരു വണ്ടി കൈമാറാനുള്ളൊരു സന്ദർഭം കൂടിയാണ്. ന്യൂന്റെ സ്റ്റനസിലെത്തി ജെറ്റൂരിന്റെ ഷോറൂമിലെത്തി. ഞങ്ങൾ ഷോറൂമിലോട്ട് പോകുന്നൊരു ഘട്ടമാണ് കാണുന്നത്. നമ്മുടെ സുഹൃത്തും ഡ്രൈവറും നമ്മുടെ സഹപാഠിയും എല്ലാമായ നിയാസ് കണ്ണൂരുണ്ട്. നിയാസ് കണ്ണൂരിനെ ഈ ബ്ലോഗിലോട്ട് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ആയി പറയും നിയാസ് കാ, ഈ ജെറ്റൂർ വണ്ടിയെ പറ്റി എന്താ എനിക്ക് അഭിപ്രായം ഉള്ളത്? ചൂസ് ചെയ്ത് നല്ലൊരു വണ്ടി തന്നെയല്ലേ? അവസാനം അയ്യോ പാവം എന്നാവരുത്. ജെറ്റൂർ തന്നെ അവിടെ 2-3 വണ്ടിയുണ്ട്. അത് ശരിയാ. അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ വണ്ടി പിന്നെ ലാൻഡ് ക്രൂസർ കഴിച്ചാല് ജെറ്റൂർ ഞാൻ കേട്ടിട്ടുണ്ട്. പറ്റി പറയാൻ വാക്കുകളില്ല. ചുരുക്കം പറഞ്ഞാൽ വിക്കിപീഡിയ നോക്കി, അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ അത്തച്ഛന്റെ വീഡിയോ നോക്കി. അപ്പൊ ഞങ്ങൾ സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുന്ന ചൂസ് ചെയ്ത കാറ് ഏകദേശം കളർ ബ്ലാക്ക് ആയാലും വെറൈറ്റി പ്രോഗ്രാം ഉണ്ട്. ന്യൂന്റെ ഒരു ഗിവ് അവേ വിന്നറാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഒരു കീ മാറുന്നതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. Let me ask you again, when you got this for a call, maybe a call from us? I think it's going to move. And again, I think it might be sounding very British. I'm not saying that. It's probably like wrong thing happening around. All yours, and let me just have the further ceremony from us. Thank you. Thank you. Thank you, Jittu. It is somewhere like this, something like this, yeah. A little smaller, but yeah. Let's start the countdown. Okay. 5, 4, 3, 2, 1. Let's go. Sarka, you are happy now? I'm very happy to see this vehicle because it's very nice. 37 or ജെറ്റൂരിന്റെ ടെസ്റ്റ് ഡ്രൈവിലോട്ടാണ് പോകുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങൾ മാനേജറിന്റെ ലൈസൻസ് ആണ് കൊടുത്തത്. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് മാനേജറിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്നിരിക്കുകയാണ്. മുമ്പിൽ ഒരു അസിസ്റ്റന്റും നമ്മളെ മാനേജറാണ് ഇരുന്നിരിക്കുന്നത്. മാനേജറിന്റെ ലൈസൻസ് നമ്മൾ കൊടുത്തതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഓണേഴ്സ് മാറാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വിൽ സ്റ്റാർട്ട് അറിയില്ല. Gear, forward, rear, reverse ആണ്. Teeth ആണ് back side. ആണാ ഇത് ഇലക്ട്രിക്കാ? ഹൈബ്രിഡ് അല്ലേ? അത് ശരി, രണ്ടും പോകും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കൊണ്ടല്ലേ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കൊണ്ടല്ലേ? സർക്കാർ
ഹൈബ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മസാജ് സെന്റർ പോലെ. ചിൽഡ്രൻസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മസാജ് സെന്റർ പോലെ എല്ലാ വണ്ടി എല്ലാം ഇതാണ് ടോപ്പ്. അപ്പോ നമ്മളെ വണ്ടി മേടിക്കുന്ന ഓണറെ ഒന്ന് കെട്ടിപ്പിടിക്കാം. നാളേക്ക് വണ്ടി തന്നില്ലെങ്കിൽ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മളെ ഓണർ. ഈ വണ്ടി ഇവരെ കൂടി ഞാനൊരു ജോലിക്കാരനെ മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി മേടിച്ച ഓടിക്കുന്നൊക്കെ നമ്മൾ തന്നെ, അത് വേറെ കാര്യം. ഇയാളെ ബാക്കിൽ നിന്ന് സൈഡിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതൊരു മുതലാളി മാത്രമല്ല, എൻ്റെ അടുത്ത ഫ്രണ്ടും കൂടിയാണ്. ഹൈദരാബാദ്കാരനാണ്. പിന്നെ മുമ്പൊക്കെ ഒരുപാട് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പറയുമ്പോഴത്തേക്ക് 2-3 സ്റ്റുഡിയോ ഉണ്ട് ഈ ദുബായിൽ. അതാണ് സംഭവം. ബാക്കിയുള്ള കാണിക്കാം. അകറ്റാഞ്ച് സൂര്യൻ മോളില് എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂസാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ട്രെയിൻ കഴിഞ്ഞ്? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ അല്ലേ? നെക്സ്റ്റ് വീക്ക് വണ്ടി ഇറങ്ങും ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. 3 വണ്ടികളുടെ പൈസ സർവീസ് റോഡാണ്. സർവീസ് മെയിൻ റോഡല്ല, മെയിൻ റോഡ് ആളോടില്ല, സർവീസ് റോഡ് മാത്രം ആളോട്. ഇത് അസിസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഒരു തമിഴ്നാട് പേരെന്താ അണ്ണേ? പേര് അബ്ദുൽ മോഹസിൻ. അബ്ദുൽ മുസീൻ എന്ന് വെച്ചാണ് പേര്. ജെറ്റൂറിന്റെ ടെസ്റ്റ് ഡ്രൈവർ മാസ്റ്റർ ആണ്. കാണിക്കുന്നത് 134 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. 134. അതിനപ്പുറം എന്താ ചെയ്യാം? ഓട്ടോമാറ്റിക് ചാർജ് ആവും. 20% ബാറ്ററി റീച്ച് ആയാലും ഓട്ടോമാറ്റിക് ചാർജ്. കമ്പൈൻ പവർ ആണ്. കമ്പൈൻ പവർ. കമ്പൈൻ പവർ. ഇത് എത്ര സ്പീഡിന് ശേഷം നേരെ അത് പെട്രോളിലേക്ക്? നമ്മുടെ ഡിപെൻഡ്സ് ഓൺ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമ്മുടെ ആക്സിലറേറ്റർ എങ്ങനെ പ്രസ് ചെയ്യുന്ന അങ്ങനെ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് പവർ എടുക്കും. ഇതിപ്പോ നമുക്ക് മനസ്സിലാവും പെട്രോളിലാണോ പോകുന്നത്. ബാറ്ററി മാത്രം. എഞ്ചിൻ ആണെങ്കിൽ ഇത് കാണിക്കും. ഇത് കാണിക്കൂല. സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. 60 വരെ ചെക്ക് ചെയ്യാം. ഇവിടെ കാണിക്കുന്നത് ബാറ്ററി ഇപ്പോ ബാറ്ററി അപ്പൊ അത് ഗ്രീൻ ഓഫ് ആവും. പെട്രോൾ മാറിയ റൈറ്റ് സൈഡ്. മാറി ഇത് ബാറ്ററി കമ്പൈൻ പവർ. ഈ റൈറ്റ് എടുത്താൽ മതി. കാലം പോയപ്പോ ഓക്കെ. കുറച്ച് ഒന്നുകൂടി സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ ഡീക്കനം മാറും. 600 ഹോഴ്സ് പവർ ആണ്. ഇത് ഇനി മാറൂല. അതില്ല, നമ്മുടെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. പിന്നെ അവർ പെട്ടെന്ന് കൂടുതൽ ചാർജ് ആവും. കൂടുതൽ ചാർജ് ആവില്ല. ഇത് നാട്ടിൽ നല്ല കേട്ടാ. ബി കെയർഫുൾ. സ്ഥലമില്ല കട്ടിങ്. ഇപ്പം ബാറ്ററിയില് സ്ലോ പോയാൽ ബാറ്ററി പോകും. അതാ ഞാൻ പറഞ്ഞത്. തമ്മിട് 50 സ്പീഡ് വരെ കറാമൊക്കെ പോണെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ പോയാൽ മതി. മെല്ലെ വരാം. പെട്രോൾ എല്ലാം കുഴപ്പമില്ല. അങ്ങനെ കുറെ ലാഭാ. പെട്രോളിനോട് വലിയ പൈസ ഒന്നും വരും. കറണ്ട് പോവാൻ ഈസിയാ. ചില ഉണ്ടെങ്കിൽ അങ്ങനെ പതുക്കെ പതുക്കെ പോവാ. 900 to 1000 കിലോമീറ്റർ. 1000 ഹൈവേ അല്ല ഷാർജക്കല് പോകുന്നല്ലേ? ട്രാഫിക് അല്ലേ? കിലോമീറ്റർ ആണ്. അല്ല അങ്ങനെയല്ല, എണ്ണ കപ്പാസിറ്റി പെട്രോൾ ടാങ്ക് 70 ലിറ്റർ ആണ്. 70 അല്ല. என்ன பின்னாடி சீட்டு சென்டர் வைக்க முடியுமா? பின்னாடி சீட் வைக்கலாமா? ഹോൾഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഫ്രണ്ട് ബാക്ക് ഇല്ല. சைடுல இருக்கு. സൈഡിൽ சைடுல இருக்கா? 2 சீட் இருக்காங்க. അല്ലല്ല கிடையாது. ഇത് 5 സീറ്റർ. ഇത് 5 சீட். ഫുൾ സൺറൂഫ്. നിൽക്കണ്ട. അലൗഡ് ഇല്ല. 2005 ആണ്. ഈ മോഡി കളർ ഉണ്ടെന്നാ ആഗ്രഹം. ബോഡി കളർ ചിരി. இந்த கலர் இருக்குல்ல, இந்த கலர் பண்ணலாம்ல. എന്ത് അത് വേണ്ട. സെലക്ടഡ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. അത് മോഡിയുടെ കളർ ഉണ്ടാവും. വേണ്ട, ഈ കളർ വേണ്ട. ഇത് മോദിനി കളറാണ്. ഞങ്ങൾ BJPക്ക് എതിരാണ്. ഐ ഹേറ്റ് BJP. BJPക്ക് BJP കളറാക്കാനല്ലേ? നിങ്ങൾ BJPക്ക് ഒരു ചായ ഉള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. അത് വേണ്ട. അതും വേണ്ട, ലീഗും വേണ്ട. ഡെഫ്ലാക്ക് ഉണ്ട്. നമുക്ക് മോഡും ഉണ്ട്. അവിടുത്തെ പോയി എടുത്തായിരുന്നു. അല്ലല്ല, അത് ഡെഫ്ലോക്ക് ആണ്. അപ്പൊ എന്താ വണ്ടി അഭിപ്രായം? സാൻഡ് മോഡ് ഉണ്ട്. മോഡ് അത് ശരിയാ. സ്റ്റക്ക് ആയാല് റിമൈൻഡർ ഉണ്ടോ? അത്ര മതിയോ? ഒന്നുകൂടി സെൻഡ് ആയാലും മെസ്സേജ് വരും. അരമണിക്കൂർ കൂടി. ഓക്കെ. ഇൻവാലിഡ് പ്ലേറ്റ് ഡീറ്റെയിൽസ് സൗണ്ട് ഇല്ല. ഇതെങ്ങനെ ചെയ്യണം? സൗണ്ട് ഇല്ല. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡാണ്. ഈ കളർ ഒരു കസ്റ്റം ചെയ്തൊരു കളറാണ്. ഒരു യൂറോപ്യൻ ക്ലൈന്റ് എന്നുള്ള ഒരു ക്ലൈന്റ് ആണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ്. ഈ കളറിന് മാത്രം 60,000 ദിറംസ് വരെ മുടക്കിച്ചാണ് ഈ കസ്റ്റമർ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കാനാണ് തീരുമാനിക്കുന്നത്. ഇതില് ബ്ലാക്ക് കളറിന്റെ വണ്ടിയാണ് എടുക്കാൻ തീരുമാനിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് കഴിയും. നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഹൈബ്രിഡ് ആണ് സംഭവം. അതുപോലെ ഈ ഇലക്ട്രിക്കലും പോവാം, പെട്രോളും പോവാം. അതാണ് സംഭവം.
ഇനി വരുന്ന കാറുകളൊക്കെ അങ്ങനെ വലിയൊരു കാറാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ജെറ്റൂർ എന്നുള്ളൊരു വാഹനം. അത് എടുക്കാൻ സെലക്ട് ചെയ്ത നമ്മളെ ബോസിനും അതിന്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. വണ്ടിയൊക്കെ ചൂസ് ചെയ്തു. നല്ല അടിപൊളി വണ്ടിയാണ്. വിത്തിൻ 6 days കൊണ്ട് വണ്ടി ഇറങ്ങുന്നതായിരിക്കും. അന്ന് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മിന്നൽ നിച്ചു സൈൻ അപ്പ്.